ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നിട്ടോ ഒന്ന് കണ്ടോക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട റേഷൻ മുടങ്ങി. എല്ലാ വർഷവും നൽകി വന്ന റേഷൻ കിട്ടാതായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1000 രൂപയായിരുന്ന ധനസഹായവും നൽകിയിട്ടില്ല. സമ്പാദ്യ ധനസഹായ പദ്ധതി പ്രകാരമുള്ള തുകയും അട്ടിമറിച്ചുവെന്നാണ് പരാതി. സത്യത്തിൽ UDFന്റെ ഭരണ പരാജയങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോ സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ജനം പഠിക്കട്ടെ എന്നുള്ളത്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ സങ്കടം വന്നപ്പോ നമ്മളെ മത്സ്യത്തൊഴിലാളികൾ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മളെ 2018 പ്രളയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവരുടെ ബോട്ടും അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ തോണിയും ലോറിയിലേറ്റിക്കൊണ്ട് കേരളത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടേക്ക് അവർ ഓടി വന്നുകൊണ്ട് നിത്യജീവൻ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടമായിരുന്നത്. അതിനുശേഷം പിണറായി വിജയൻ അവരെ കുറിച്ച് വർണ്ണിച്ച് ഓർമ്മല്ലേ? കേരളത്തിന്റെ പട്ടാളം നടന്നു. പിന്നീട് LDF സർക്കാർ അവർക്ക് വേണ്ട എല്ലാ സേവനവും ചെയ്തു കൊടുക്കുകയായിരുന്നു. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ട്രോളിംഗ് നിരോധന സമയത്ത് 1000 രൂപ, അതുപോലെ അവർക്ക് റേഷൻ സംവിധാനങ്ങൾ, മറ്റു ഭരണ മികവ് കൊണ്ട് എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന സർക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടു പോയില്ല മക്കളെ. UDFനോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല ആ പൈസ കൊടുക്കട്ടെ. 1000 രൂപ വേറെ എന്തൊക്കെ മുടക്കിയാലും ഇത് നിങ്ങൾ കൊടുക്കണ്ട, പാവങ്ങളാണ്. ഇനി അതിനും നിങ്ങൾ കൊണ്ട് കഴിയില്ലാന്നുണ്ടെങ്കിൽ ആ റേഷനെങ്കിലും ഒന്ന് കൊടുക്കുക. തമാസവരല്ല. ഞാൻ ഉണക്കിനും കൂട്ടി ഒരു കഞ്ഞിയും കുടിച്ചു. വിഷമം കൊണ്ട് പറയണം. ഫണ്ടില്ല നിങ്ങൾ പറയാനേ പാടില്ല. ഫണ്ട് ഉണ്ട്, ഫണ്ട് എവിടെ ഉണ്ട്? നിങ്ങൾ മന്ത്രികൾ മൂട് പിടിപ്പിക്കാനും അതുപോലെ തന്നെ ടൗല് മേടിക്കാൻ വേണ്ടി 1,60,000 ചെലവഴിക്കുന്നുണ്ട്. അതെനിക്ക് എന്റെ വ്യക്തത എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ അവിടെ വായിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ആ സെക്രട്ടേറിയറ്റിന്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സഹായിക്കും പൊന്നാരെ UDF സർക്കാർ. തമാശ പറയല്ലോ. വിഷമം കൊണ്ട് വരാൻ